നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കക്കുരുവും മാങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 15ഓളം നല്ല പൊടിയുള്ള ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു മീഡിയം തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവ് കൂടുതലുള്ള കുരുവാണെങ്കിൽ കുക്കറിൽ 1-2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ചക്കക്കുരു വെന്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് നല്ല പുളിയുള്ളൊരു പച്ചമാങ്ങ ഇതുപോലെ കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കറി തയ്യാറാക്കാനുള്ള ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ അരിഞ്ഞതും 2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർക്കാം. ഒപ്പം തന്നെ നല്ല എരിവുള്ള 2-3 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് തീയൊന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടും വരെ ഒരു മീഡിയം തീയിൽ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്താണ് അരച്ചെടുക്കുന്നത്. ചെറിയ ജീരകം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ചെറിയ ജീരകവും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. മാങ്ങ വേവാനായി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിച്ച് ചേർന്ന് കിട്ടാനായിട്ട് 2-3 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങ അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ച മിക്സി ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് കറക്കി അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടുതൽ കറി വേണമെന്നോ കറി കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നോ ഉള്ളവർക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഈ സമയം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വെന്ത് കിട്ടാനായിട്ട് 2-3 മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങയൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലഭാഗം കളഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. പാകത്തിന് വെന്ത് ഫ്രൈ ആയ ശേഷം ഇത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറിയിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ ചേർത്ത ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ച് കൂടി ചേർക്കാം. താളിക്കാനായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും 3-4 ചെറിയുള്ളിയും 2 ഉണക്കമുളകും 2 കണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്തിട്ട് കറിക്ക് നല്ലൊരു കളറിനായിട്ട് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. ഒരു 10-15 മിനിറ്റ് ഈ കറി ഇതുപോലെ തന്നെ മൂടി വെച്ച ശേഷം ഒന്ന് സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു നാടൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്